പുറത്തുവിട്ട ആയുധങ്ങളുടെ മുന്നിൽ അടിപതറിപ്പോയ ഇസ്രായേൽ എങ്ങനെയാണ് സാക്ഷാൽ വ്ളാഡിമിർ പുടിന്റെ ആയുധങ്ങളെ അതിജീവിക്കുക? ഇറാൻ ഒരു ആണവ ശക്തി അല്ലാതിരുന്നിട്ടും ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിന് തുരങ്കം സൃഷ്ടിക്കാൻ മുതിർന്ന ഇസ്രായേലിന്റെയും അതിന് ചെല്ലും ചെലവും നോക്കി അമേരിക്കയുടെയും കാരണത്തടിച്ചുകൊണ്ടാണ് ഇറാൻ ഒരു ആണവ ശക്തിയായിരുന്നില്ല. എന്നാൽ റഷ്യയോ? ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിന് തുരങ്കം സൃഷ്ടിക്കാൻ മുതിർന്ന ഇസ്രായേലിന്റെയും അവയ്ക്ക് ചെല്ലും ചെലവും നോക്കി ആ രാജ്യത്തെ അതിനെ പ്രേരിപ്പിച്ച അമേരിക്കയുടെയും അഹങ്കാരത്തിന് മികച്ച അടി കൊടുത്തിട്ടായിരുന്നു ഇറാൻ പ്രഹരമേൽപ്പിച്ചത്. അതുപോലെ തന്നെ റഷ്യയുടെ വലിയ തിരിച്ചടിയാണ് അവരെ തേടിയെത്തുന്നത്. ഇറാൻ അയച്ച മിസൈൽ ശരവർഷത്തിൽ പകച്ചുപോയ ജൂതരാഷ്ട്രമാണ് ആണവശക്തിയായ റഷ്യയോട് പോർ വിളിക്കുന്നത്. ഇസ്രായേൽ എന്ന കുഞ്ഞു രാഷ്ട്രത്തോടല്ല, ഇസ്രായേലിന്റെ തലതൊട്ടപ്പനായ അമേരിക്കയെ പോലും ചൂണ്ടുവിരലിൽ നിർത്താൻ ശേഷിയുള്ള റഷ്യയോട് പോയിട്ടാണ് മുട്ടിയത് എങ്കിൽ നിങ്ങൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഗാസയിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന് മുഴുവൻ എണ്ണി എണ്ണി റഷ്യ പകരം ചോദിക്കുക തന്നെ ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. റഷ്യ ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. 2025 ഓഗസ്റ്റ് 6 വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ മേഖലയിൽ റഷ്യൻ നയതന്ത്ര വാഹനം ഇസ്രായേൽ അനധികൃത കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന് ഇരയായതിനെ തുടർന്ന് റഷ്യ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. റാമല്ലയിൽ വടക്കൻ ജെറുസലേമിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഫലസ്തീനിയൻ അതോറിറ്റിയെ പ്രതിനിധീകരിക്കുന്ന നയതന്ത്ര നമ്പർ പ്ലേറ്റുകളുടെ വാഹനമാണ് ആക്രമിക്കപ്പെട്ടത്. ഇത് വിയന്ന കൺവെൻഷന്റെ ലംഘനമായിട്ടും റഷ്യ വിലയിരുത്തുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മോരിയ സക്കറോവ പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടന്നത്. വാഹനത്തിന് കാര്യമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ കുടിയേറ്റക്കാർ മോശം ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. റഷ്യ ഇതിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകുകയും ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ വക്താവ് ദിമിത്രി പൊളൻസ്കി വിഷയം ഉയർത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബറിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനികരുടെ കുടിയേറ്റക്കാരും നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 651 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതിൽ 121 പേർ കുട്ടികളാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസ മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി സൈന്യത്തിനോട് ഉത്തരവിട്ടതായും ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തി ബന്ദികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ റഷ്യ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ആദ്യം റഷ്യയുടെ സൈനിക ശക്തി മിഡിൽ ഈസ്റ്റിൽ വലിയ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് സിറിയയിലെ അവരുടെ നാവിക വ്യോമതാവളങ്ങളും ഇറാനുമായുള്ള സഖ്യവും കണക്കിലെടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ സിറിയയിൽ നിന്ന് വ്യോമാക്രമണങ്ങളോ ബാലിസ്റ്റിക് മിസൈലുകളോ ഉപയോഗിച്ച് പ്രതികരിക്കാനാകും. ഇത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് എന്നിവയെ തകർത്തു എന്നും വരാം. എന്നാൽ ഇസ്രായേലിന്റെ സാങ്കേതിക വൈദഗ്ധ്യവും അമേരിക്കയുടെ പിന്തുണയും റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് ഒരു വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക. ഇവിടെ അമേരിക്കയുടെ പ്രതികരണം നിർണായകം തന്നെയാണ്. കാരണം ഇസ്രായേൽ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയാണല്ലോ. അതിനാൽ റഷ്യയുടെ ആക്രമണം അമേരിക്കയെ ഇടപെടാൻ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ സാഹചര്യത്തിൽ നാറ്റോയുടെ പിന്തുണയോടെ അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങൾ, അതുപോലെ തന്നെ സൈനിക സഹായം എന്നിവയിലൂടെ റഷ്യയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇത് വീണ്ടും ഉക്രൈൻ യുദ്ധം ചൂടുപിടിപ്പിക്കുകയാണ് ചെയ്യുക. കാരണം റഷ്യയുടെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിയുമ്പോൾ ഉക്രൈൻ അവസരം പ്രയോജനപ്പെടുത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഇടപെടൽ റഷ്യ നാറ്റോ സംഘർഷത്തിലേക്ക് അപകടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാനുള്ള, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 3ാം ലോക മഹായുദ്ധം എപ്പോഴാണ് സംഭവിക്കുക എന്ന് കാത്തിരിക്കുന്ന ലോകത്തിന് മുന്നിൽ 3ാം ലോക മഹായുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇതിലൂടെ നടക്കാനുള്ള സാധ്യത. എന്തായാലും ഇറാന്റെ പങ്കാളിത്തവും ഇതിൽ പ്രധാനം തന്നെയാണ്. കാരണം റഷ്യയോട് അടുപ്പമുള്ള മിഡിൽ ഈസ്റ്റിൽ ഒരു സഖ്യകക്ഷിയാണ് ഇറാൻ. അവരെന്തായാലും ഇസ്രായേലിനെതിരെ ആക്രമണത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവരെ ഉപയോഗിച്ച് പ്രോക്സി യുദ്ധം നടത്തിയേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് ലെബനൻ, യമൻ എന്നിവിടങ്ങളിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കും. ഇസ്രായേലിന്റെ ഭൂതല സുരക്ഷയെ അപകടത്തിലാക്കാനും ഇത്രയും മതി. എന്നാൽ ഇറാന്റെ സൈനിക ശേഷി റഷ്യയേക്കാൾ പരിമിതമായതുകൊണ്ട് തന്നെ നേരിട്ടുള്ളൊരു സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നേക്കാം. പകരം ഡ്രോൺ ആക്രമണങ്ങളും മിസൈലുകളും വിന്യസിക്കുകയായിരിക്കും ചെയ്യുക. ആഗോള എണ്ണ വിപണിയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം എണ്ണ ഉൽപ്പാദനം വിതരണവും തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ടല്ലോ. ഇത് എണ്ണവില വർദ്ധിപ്പിക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. റഷ്യയ്ക്ക് ഇതൊരു സാമ്പത്തിക നേട്ടം അയക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം അവരെ ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യും. ഗോൾഡ് ഷെയർ വിപണികൾ അസ്ഥിരമാക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യം സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഫലസ്തീനികൾക്കും അറബ് ലോകത്തിനും ഇതൊരു പ്രത്യാശയായി കാണപ്പെടാം. കാരണം ഈ ഒരു വിഷയത്തിലേക്ക് റഷ്യ
പോലെ ഒരു വലിയ ശക്തി ഇടപെടുന്നു എന്ന് പറയുന്നത് അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നില കൂടുതൽ വഷളാവാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഗസയിലെ സൈനിക നീക്കങ്ങൾ ഹമാസിനെ ബലഹീനമാക്കും. പക്ഷേ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമാണ് ഇത് കാരണം ഉണ്ടാവാൻ പോകുന്നത്. റഷ്യയുടെ ഇടപെടൽ അറബ് രാജ്യങ്ങളെ ഒരു ഗോത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. പക്ഷേ സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മുറിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ഇവിടെ കാണുന്നില്ല. റഷ്യയുടെ ആണവായുധ ശേഷി ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇറാന്റെ ആണവ പരിപാടി വേഗത്തിലാക്കാൻ ഈ സംഘർഷം പ്രേരകമാകും. ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാനെ ലക്ഷ്യമിട്ട് തുടർന്ന് ആക്രമണം നടത്തിയേക്കാം. ഇത് ആഗോള സമാധാനത്തിനും വലിയ ഭീഷണി സൃഷ്ടിക്കും. ഒടുവിൽ റഷ്യ-ഇസ്രായേൽ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ഒരു ആഗോള യുദ്ധത്തിലേക്ക് വളർന്നേക്കാം. ഇത് ലക്ഷക്കണക്കിന് ജീവനുകളെ അപകടത്തിലാക്കും. 2025 ഓഗസ്റ്റ് 6 റഷ്യയുടെ ഇസ്രായേലിനോടും പ്രത്യേകിച്ച് ഗസയിലെ അവരുടെ നടപടികളോടുമുള്ള സമീപനം വളരെ സങ്കീർണവും വികാരതീതവുമാണ്. കാരണം റഷ്യൻ നയതന്ത്രം പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥ പാലിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഇസ്രായേലുമായുള്ള ബന്ധവും ഫലസ്തീൻ പിന്തുണയും തമ്മിൽ ഒരു സന്തുലനം സ്ഥാപിക്കാൻ അവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗസയിൽ ഇസ്രായേലിന്റെ സൈനിക പ്രതികരണം ആരംഭിച്ചതോടെ റഷ്യയുടെ നിലപാട് വ്യക്തമായ മാറ്റം കാണിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവും ഇസ്രായേലിന്റെ ഗസയിലെ നടപടികൾ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് അവരുടെ പരമ്പരാഗതമായ ന്യൂട്രൽ സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതെങ്കിലും അതിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മാറ്റമായിരുന്നു റഷ്യ ഇതിലൂടെ കാണിച്ചത്. ഇസ്രായേലിന്റെ ഗസയിലെ സൈനിക ഓപ്പറേഷൻസ്, പ്രത്യേകിച്ച് സിവിലിയൻസിന് നേരെ നടന്ന ആക്രമണങ്ങളൊക്കെ റഷ്യ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പുടിന്റെ പ്രസ്താവനകൾ ഗസയിൽ രക്തം പുരണ്ട കുട്ടികളും മരിച്ചവരെയും കണ്ട് കണ്ണീർ വീണതായി പറഞ്ഞുകൊണ്ടാണ്. ഇത് അവരുടെ മനഃപൂർവ്വമായ സമീപനം മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ലാവ്റോവ് ആവട്ടെ ഇസ്രായേൽ ചെയ്യുന്നത് അന്തർദേശീയ നിയമത്തിന്റെ കടുത്ത ലംഘനമാണെന്ന് വിമർശിച്ചതും ഗാസയിൽ ഒരു ദശകങ്ങൾക്കുള്ളിൽ അപകടകരമായ ഫലങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞതും റഷ്യയുടെ വിമർശനം ഗൗരവമുള്ളതാണെന്ന് കാണിക്കുന്നതാണ്. ഇത് റഷ്യയുടെ ഉൾനാടൻ രാഷ്ട്രീയത്തിനും ബാധകം തന്നെയാണ്. കാരണം ഗസയിലെ സംഭവങ്ങൾ റഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായ ദഗസ്താൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ആന്റി സെമിറ്റിക് പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് റഷ്യൻ ഭരണകൂടത്തിന് ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. റഷ്യയുടെ ഇറാനുമായി വളരുന്ന ബന്ധവും ഇസ്രായേലിനോടുള്ള നിലപാടിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രമാണല്ലോ. റഷ്യയ്ക്ക് ഇറാൻ നിന്നുള്ള സൈനിക പിന്തുണ, പ്രത്യേകിച്ച് ഉക്രൈനിലെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ അത്യന്താപേക്ഷിതവുമാണ്. ഇത് റഷ്യയെ ഗസയിലെ സംഘർഷത്തിലെ ഇറാന്റെ വശത്തേക്ക് ചായാനുള്ള പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇത് ഇസ്രായേലുമായുള്ള ബന്ധത്തെ വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. 2023 ശേഷം റഷ്യ ഹമാസ് സംഘടനയെ മോസ്കോയിൽ സ്വീകരിച്ചത് ഇസ്രായേലിന്റെ ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളുടെയും ദ്വിപക്ഷീയ ബന്ധത്തിൽ വലിയ വിള്ളലുമുണ്ടാക്കി. റഷ്യയുടെ നിലപാടിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതുകൂടി നമ്മളിവിടെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഉക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് പടിഞ്ഞാറിന്റെ ശ്രദ്ധ തിരിക്കുക. ഗസയിലെ സംഘർഷം അമേരിക്കയുടെ ശ്രദ്ധയും വിഭവങ്ങളും വിഭജിക്കുന്നുണ്ട്. ഇത് റഷ്യയ്ക്ക് ഉക്രൈനിൽ മേൽക്കൈ നേടാൻ അവസരം ഒരുക്കുന്നു. പുടിന്റെ നയതന്ത്രം ഗസയിലെ സംഘർഷം നീണ്ടു നിൽക്കാനാണ് റഷ്യയ്ക്ക് അനുയോജ്യമെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇത് പടിഞ്ഞാറിന്റെ ഐക്യം തകർക്കുന്നതും റഷ്യയെ ഗ്ലോബൽ സൗത്തിൽ ഒരു സ്വാധീന ശക്തിയായി സ്ഥാപിക്കുകയും ചെയ്യും. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ റഷ്യ ഹമാസിനെ നേരിട്ട് അപലപിക്കാതെ പ്രമേയങ്ങൾ പിന്തുണച്ചതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇത് അവരുടെ നയതന്ത്ര ലക്ഷ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതേസമയം റഷ്യയുടെ ജനങ്ങൾക്കിടയിൽ ഇസ്രായേലിനോടുള്ള അഭിപ്രായം വിഭജിക്കപ്പെട്ടിരുന്നുണ്ട്. യുവാക്കൾ ഇസ്രായേലിനേക്കാൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിവരങ്ങൾ കാരണം. എന്നാൽ പഴയ തലമുറകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾ ഗാസയിലെ ഫലസ്തീൻ സമുദായത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഇത് റഷ്യൻ ഉൾനാടൻ രാഷ്ട്രീയത്തിലും സമ്മർദ്ദം സ്വാധീനിക്കുന്നുണ്ട്. ദഗസ്താനിലെ ആന്റി സെമിറ്റിക് സംഭവങ്ങൾ ഈ വിഭജനം വ്യക്തമാക്കുന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് റഷ്യൻ ഭരണകൂടത്തിന് ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. റഷ്യയുടെ ഇസ്രായേലിനോടുള്ള നിലപാട് അവരുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഗസയിലെ സംഘർഷം റഷ്യയെ ഒരു സമാധാന ശക്തിയായി സ്ഥാപിക്കാനുള്ള അവസരം തുറക്കുന്നുണ്ട്. പക്ഷേ ഇറാനുമായിട്ടുള്ള അടുപ്പം ഇത് സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്നത് റഷ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കൂട്ടുകാരനാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ തുടരുന്നത് കൊണ്ട് തന്നെ റഷ്യയുടെ വിമർശനം ശക്തമാകാനും ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകാനുമുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. 2025 ഏത് നിമിഷം വേണമെങ്കിലും ഗസയിലെ സംഘർഷം റഷ്യയുടെ നയതന്ത്ര അവകാശവാദത്തിന് ഒരു പരീക്ഷണമായിട്ട് മാറിയിരിക്കും. ഇത് ലോകത്തെ ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളിലേക്കാണ് എത്തുന്നത്. ഈ പറഞ്ഞതെല്ലാം വിലയിരുത്തലുകളാണ്. കാരണം റഷ്യ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ എത്രത്തോളം ആഘാതം ഈ മേഖലയിൽ ഉണ്ടാക്കാമെന്ന കാര്യം. ഇസ്രായേൽ ചെയ്യുന്നത് വലിയ പാപമാണെന്ന് റഷ്യ പലകൂടി പറഞ്ഞതാണ്. പക്ഷേ റഷ്യ നേരിട്ട് ഇതിലേക്ക് ഇടപെട്ടിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും റഷ്യ ഇടപെടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ചെന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.